ഹലോ. ഇന്ന് തിരുവാതിരയല്ലേ? അപ്പോൾ ഇവിടുത്തെ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ശിവൻ്റെ അമ്പലം. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കണത് കണ്ടോ. രാത്രിയാണ്. അപ്പോൾ ഇന്നൊരു 8 മണി വരെ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. തിരുവാതിരക്കളി കാണുന്നു. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? തിരുവാതിര പ്രമാണിച്ചിട്ടുള്ള ഓട്ടം പിടിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ശിവപാർവതി ക്ഷേത്രം. പ്രത്യേകിച്ച് വേറെ ശിവൻ്റെ അമ്പലങ്ങളുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ. പക്ഷെ അതിലൊന്നും തിരുവാതിര പ്രധാനമല്ലല്ലോ. നമ്മളുടെ കേരളത്തിലത്തെ മലയാളി ശിവൻ്റെ മാത്രമല്ലേ തിരുവാതിര പ്രധാനം. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ ഈ അമ്പലത്തിന് മുമ്പ് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതവിടെ എന്താ ദീപാരാധനയുടെ സമയം ആവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതും ഡാൻസ് തുടങ്ങുന്ന പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്താ ഭജന ഉണ്ട് എന്ന് പറഞ്ഞു. ഇവരൊക്കെ ഈ നിൽക്കുന്നതൊക്കെ ഡാൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് തിരുവാതിര കളിക്ക് വേണ്ടിയിട്ട് ഇതായതാണേ, അല്ലാണ്ട് ഡ്രസ് കോഡൊന്നുമില്ല അമ്പലത്തിൽ. അപ്പോൾ ദിവാരാധന കഴിഞ്ഞിട്ട് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ഗ്രൂപ്പിനെ കണ്ടു കളി കേട്ടോ. നോക്കട്ടെ എന്തൊക്കെയാണെന്ന്. എനിക്ക് നാട്ടിലത്തെ മാതിരിയാണോ അതോ ഇനി ഇവിടുത്തെ വേറെ ഫാഷനാണോ നോക്കാമല്ലോ. ഇത് വേറെ ഒരു ഗ്രൂപ്പിൻ്റെ ഇതാണ് കേട്ടോ ഈ ഡ്രസ്സ്. പക്ഷേ എനിക്കിതിലൊക്കെ തോന്നിയത് ശരിക്കും തിരുവാതിരക്കളിയുടെ ഒരു എന്തൊക്കെ കുറേ നിയമങ്ങളില്ലേ നമ്മളുടെ അവിടെയൊക്കെ. ഈ സ്കൂൾ യുവജനോത്സവത്തിൽ തന്നെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം, മുടി കെട്ടണം, അങ്ങനത്തെ ഡ്രസ്സേ പാടുള്ളൂ അല്ലേ. ഒക്കെ ഒരു ഓവറായിട്ട് ഇത് ഭരതനാട്യത്തിൻ്റെ മാതിരി ചിലർ മുടിയൊക്കെ പിന്നി കെട്ടിയിട്ടൊക്കെയാണ്. എനിക്കറിയില്ല കേട്ടോ, ഇവരുടെ സൗകര്യമാണേ, അതറിയില്ല. അതെന്തറിയോ, അവിടെ അനൗൺസ്മെൻറ്റ് കാരണം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അമ്പലത്തിൽ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് എടുത്തത്. പക്ഷെ ലൈറ്റും ഇല്ല, ലൈറ്റൊക്കെ അമ്പലത്തിൻ്റെ മുമ്പിലല്ലേ ഉള്ളത്. അപ്പോൾ എന്താ നമ്മളുടെ അവിടെ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര ഇവിടെയൊക്കെ ബോംബെ, ഡൽഹി എല്ലാവിടെയും കണ്ടിട്ടുണ്ട് തിരുവാതിരക്കളി ഗംഭീരമാണ്. കാരണം തിരുവാതിര ആണെങ്കിലും ഓണമാണെങ്കിലും ഒക്കെ ഭയങ്കര പ്രധാനമാണ്. പക്ഷെ നമ്മളുടെ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. എൻ്റെ സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബത്തിലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഉണ്ടായിരുന്നത് തിരുവാതിര കളിയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഒരു ദിവസം പോലും ഒരു തിരുവാതിരയ്ക്ക് പോലും തിരുവാതിര കളി ഉണ്ടായിട്ടില്ല. പക്ഷേ തിരുവാതിര കുളി ഉണ്ടാവും. നമ്മൾ ഒരു അശ്വതി തൊട്ട് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമൊക്കെ 5 മണി 5:30 കുളിക്കാൻ പോകും. തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അല്ലേ, തുണി ഓരോ കെട്ട് എല്ലാവരുടെയും ഉണ്ടാവും, ഓരോ കെട്ട് തുണി മാറാനുള്ളതേ. കുളത്തിൽ പോവല്ലേ, തണുത്ത് വിറച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു തണുപ്പില്ലല്ലോ. മുമ്പ് തണുത്ത് വിറച്ച് ഒരു പെട്രോമാക്സ് ഒക്കെ ഇങ്ങനെ പിടിച്ച് കമ്പരാന്തലോ അല്ലെങ്കിൽ പെട്രോമാക്സ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മുമ്പിൽ ഒരു ചെക്കന്മാരൊക്കെ മുമ്പിൽ നടക്കും. അങ്ങനെ അമ്മമാരൊക്കെ തുടിക്കും, വെറ്റ് വെച്ചിട്ടാണ് തുടിക്കുക. അമ്മ, ചെറിയമ്മ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ലേ അവരൊക്കെ കേട്ടോ. നമുക്ക് തുടിച്ച ഷൂ എന്നൊരു ശബ്ദമേ വരുള്ളൂ. അവരൊക്കെ തുടിച്ചിങ്ങനെ ഗുടോന്ന് ശരിക്കും ചെണ്ട കൊട്ടണ മാതിരി വരും കുളത്തിലേ. നല്ല അതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യം തന്നെ നമ്മളെയൊക്കെ കുളിച്ച് കയറ്റും, കാരണം ഇരുട്ടത്ത് കാണില്ലല്ലോ കുളത്തിൽ എവിടെ നമ്മളെന്ന്. അപ്പോൾ കുളിച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പരാന്തലിൻ്റെയോ ഒക്കെ 4 പറങ്ങനെ ഇരിക്കും, ചൂടിന് വേണ്ടിയിട്ടേ ഗുഡു പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ആയിരുന്നു തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെയാണ് ഓർമ്മ. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലത്തെ ആൾക്കാരും വരെ പിന്നെ പോവാറില്ല. കാരണം അമ്മയാണ് എല്ലാവരെയും വിളിച്ച്, അപ്പോൾ അമ്മ ഒരു വലിയ അവരുടെ എല്ലാം മൂത്ത ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും, പിന്നെ അമ്മയ്ക്കാണ് അങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ എന്താണ് തിരുവാതിരയാവട്ടെ ഓണമാവട്ടെ അതിൻ്റെ അമ്മയുടെ കൂവവരകളൊക്കെ ഭയങ്കര പ്രധാനമാണ്. എന്തൊക്കെ അറിയോ, ഇനി നട്ട്സ് ഒന്നും ഇടാൻ ഉണ്ടാവില്ല. നിലക്കടല, പൊട്ടുക്കടല, കിട്ടുന്ന സാധനങ്ങൾ മുഴുവനും മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, സകല സാധനം ഉണ്ടാവും. പിന്നെ ശരിക്കും എന്താണ് മധുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറും നാളികേരമൊക്കെ ഇട്ടിട്ടുണ്ടാക്കണ അതിന് പകരം അമ്മയുടെയൊക്കെ ഒരു സ്പെഷ്യലാണ് എല്ലാ സാധനവും. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ ഒരു ഓർമ്മയുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഇഷ്ടം എനിക്ക് പപ്പടം ഇഷ്ടമാതിരി തിന്നായിരുന്നു കേട്ടോ. പപ്പടവും പഴമൊക്കെ അന്ന് നമ്മളുടെ അടുത്ത് ആരും ഒന്നും പറയില്ല, എത്ര തിന്നാലും ഒന്നും പറയില്ല. കാച്ചി ഇങ്ങനെ വെക്കും പപ്പടം, അത് മുഴുവനും തിന്നും. ഇവിടെ വായുടെ ഉള്ളിലത്തെ തോല് മുഴുവൻ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഓർമ്മകൾ. പിന്നെ തിരുവാതിര ദിവസം രാവിലെ നമ്മൾ ആർദ്ര ദർശനത്തിന് 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവും. ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് വരിക. അതൊക്കെ ആയിരുന്നു അന്നത്തെ കേട്ടോ. അത് കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വലിയ കഥകളാവും അത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് കൂവവരകണ. ഇപ്പോൾ നാട്ടിലാവുമ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഞാനതൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ബോംബെ അല്ലേ, അപ്പോൾ ഇവിടുത്തെ കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ കാണൂട്ടും എല്ലാം, എന്നിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, ശരി. വർത്താനം പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാപ്പിളേക്ക് ഇവിടെ കസേരയിലൊക്കെ നിറഞ്ഞു കേട്ടോ ആൾക്കാർ. ഞാൻ ഇവിടെ ബാഗ് വെച്ച് പോയിരുന്നു, അതുകൊണ്ട്
എനിക്ക് സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇട്ടലേ കണ്ടില്ലേ ഒക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിരിക്കുന്നത്. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നവരാണേ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എനിക്കങ്ങനെ നമ്മളുടെ ഈ നാട്ടിലത്തെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അതൊന്നും അത്ര വലിയ പിടുത്തമൊന്നും ഉണ്ടായില്ല. നോക്കട്ടെ കേട്ടോ ആരാ ചെയ്ത് നന്നായി പറയാം. ഇതാ വരുന്നുണ്ട് ആദ്യത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഒന്ന് നോക്കൂ. അപ്പം ഞാനും ഇവിടെ ഇരിക്കേണ്ടതെന്ന് കാണിക്കുന്നു കേട്ടാ. അതാ കണ്ടില്ലേ എല്ലാവരും നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുവാതിരക്കളി കുറച്ച് കാണൂ കേട്ടോ. നമുക്ക് പാട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയണത് കേൾക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് കാണൂ. നിങ്ങളെ അഭിപ്രായം നിങ്ങളും പറയൂ. ഇവരുടെ ഇതാ കണ്ടോ 8 പേരേ ഉള്ളൂ. ഒരുപാട് തിരക്കൊന്നുമില്ല. അപ്പോൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട് കേട്ടാ. ഒന്ന് നോക്കൂ. അത് നന്നായിരുന്നു അല്ലേ, ഉഗ്രനായില്ലേ. ഇനിയിപ്പോൾ ഇത് 3ാമത്തെ ഗ്രൂപ്പാണ്. നമുക്കൊന്നും അറിയില്ല കേട്ടാ. അപ്പോൾ ഇതൊന്നും എങ്ങനെ ഉണ്ടോ നോക്കിക്കോളൂ. വയലറ്റ് പട്ടുപാവാടയുടെ അമ്മ, അതാ അമ്മയാണ് അത്രേ കളിക്കണതേ കാണിച്ചിട്ട്. അമ്മ പറയുന്നുണ്ട്, ആ വട്ടം ചുറ്റി എത്തുമ്പോൾ പറയുന്നുണ്ട്. എന്നാലും ഇടാണ്ടിരുന്ന് കാണുന്നുണ്ട് കേട്ടോ.
ഇതാ ഈ ഒരു തിരുവാതിരക്കളി കാണും, ഈ വേറെ ഗ്രൂപ്പ് വന്നി. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് ഉറപ്പുണ്ട് അവരുടെ റിഹേഴ്സൽ ടൈമിൽ മുഴുവനെ ഈ കുട്ടി അത് കണ്ടു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഗംഭീരമായിട്ട് ഇപ്പോൾ ഒരു 2-3 വയസ്സുണ്ട് അതിന്. ശരിക്ക് കയ്യൊക്കെ നേരെ നോക്കിയിട്ടൊക്കെ വെക്കണത് കേട്ടോ, മുദ്രകളൊക്കെ. അവർ വട്ടം തിരിയുമ്പോൾ ഈ കുട്ടി വട്ടം തിരിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വലിയവരുടെ തിരുവാതിരക്കളിയെക്കാട്ടും നല്ലത് ചെറുതിൻ്റെയാണ്. ഇതിലുണ്ട് ആളുടെ അമ്മ എന്തായാലും. ഗംഭീര കളി, നോക്കണേ ഇല്ല, ആരെയും നോക്കാണ്ട് സ്വന്തം നിന്നിങ്ങനെ കളിക്കുക. നന്നായിട്ടില്ലേ എന്തായാലും ആളുടെ കളി. അതാ കണ്ടു, അവർ നിർത്തിയാൽ ആ കുട്ടി നിർത്തും. പിന്നെ അതുണ്ട് അവർ ശരിക്ക് ആ കാല് വെപ്പും കൈ വെപ്പും ഒക്കെ ഇതിനൊക്കെ ഇപ്പം തന്നെ പഠിപ്പിക്കണം. എന്നാൽ ഗംഭീര, നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടി. ഇതല്ലേ നന്നായിരിക്കണേ, ഈ കളിയല്ലേ ഏറ്റവും നന്നായി അല്ലേ? നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്ന് കാണിക്കുന്നത്, പക്ഷെ ആരും നോക്കണില്ല, പാവം. അപ്പം ഞാൻ നോക്കി എന്തായാലും എടുത്തളയാൻ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കളിച്ച എല്ലാവർക്കും ഒരു മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അല്ലേ, ഇത് കിട്ടണതൊരു സന്തോഷമാണ്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പൊടി പിടിക്കാണ്ട് നോക്കലാണ്. അതാ നമ്മുടെ കളിക്കാരി നിൽക്കണു. ഇപ്പോഴാണ് മനസ്സിലായി കുട്ടിയുടെ ആരാണ്. കുട്ടിക്കും വേണമെന്ന് പറഞ്ഞ് നിൽക്കും. അവിടെ നിൽക്കണേ മാറില്ലേ, ആളുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഗംഭീരമായിട്ട് കളിക്കില്ലേ. അതായത് അമ്പലത്തിൻ്റെ വക അവരുടെ ഇത് കൊടുക്കുകയാണ്. അപ്പം എന്നാൽ ശരി, ഞാനേ ഇവിടെ എന്താണ് ഇത് കഴിഞ്ഞിട്ട് വേണം, ഭജന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭജനയ്ക്ക് നിൽക്കണില്ല, നേരം വൈകി 8:45. അപ്പോൾ ഇത് പുഴുക്ക് കേട്ടോ, ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ തിരുവാതിര പുഴുക്ക് നമ്മൾ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അതാ അവിടെ കൊടുക്കുന്നുണ്ട്, 2 പേര് ഒന്ന് വിളമ്പണുണ്ട്. നമുക്ക് മുഴുവനെ കഴിച്ചിട്ട് ഇത് കഴിഞ്ഞാൽ നല്ല ഉഗ്ര ഭജനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ടാവി ഒരു 11 മണി വരെ ആയെന്നുണ്ടെങ്കിലേ നമുക്ക് വയ്യ. അപ്പം അത് കാരണം പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ആ പോണ വഴിയിലാണ് ഞാൻ അന്ന് കാണിച്ചില്ലേ നമ്മളുടെ ആട്, താടിക്കാരനാട് നിൽക്കുന്ന ആൾ അവിടെ ഇരുട്ടായിരുന്നു അവിടെ. അത് കാരണം വണ്ടി വരുന്ന വെളിച്ചത്തിലെടുക്കാണ് ഞാൻ. ഇന്നിപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കണമൊന്നുമില്ല എന്നെ വലിയ, കണ്ടില്ലേ നിൽക്കണ. അപ്പോൾ എന്നാൽ ശരി കേട്ടോ, ടാറ്റ. എങ്ങനെ ഉണ്ടായിരുന്നു പറയണേ വീഡിയോ. പിന്നെ ഇഷ്ടം ആവണുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്നാൽ ശരി. കണ്ടോ പഴമില്ല എൻ്റെ കയ്യിൽ, ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. എപ്പോഴാണോ